താമരയോടൊപ്പം കടന്നു വരുന്ന കുറച്ച് പൂക്കളിലൂടെ നമ്മുടെ കവിതയിലുണ്ട്. മഞ്ഞ മന്ദാരം, പിച്ചി. ഈ പൂക്കൾക്ക് നമ്മൾ കാണുന്ന ഒരു മാനമല്ല മാമിൻ്റെ കവിത വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പൂക്കളോടുള്ളൊരു ഇഷ്ടം ശരിക്കും നമുക്ക് കവിതകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പൂക്കൾ എങ്ങനെയാണ് ലൈഫിൽ കടന്നു വരുന്നത്, കവിതയിലേക്ക് അതെങ്ങനെയാണ് എത്തിയത്? എനിക്ക് പലപ്പോഴും പൂക്കൾ പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളുടെ മുഖത്തോട് ഭയങ്കര സാമ്യം തോന്നിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ഒന്നാണ്. അപ്പം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ച് കണക്ട് ചെയ്ത് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂ പറിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോർഡ് എപ്പോഴും കാണാറില്ലേ? ഒരു പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ കൺസെൻ്റ് ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ, അതിപ്പോൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഫിസിക്കലായിട്ടോ ഒക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അതുണ്ട്. അതുകൊണ്ടാണ് അഴുകിയ വിരലുകൾ എന്ന് പറഞ്ഞ ഒരു കവിതയിൽ ഞാനത് എടുത്ത് പറയുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ എന്ന്. അപ്പം ഇതുപോലെ ഈ പൂ ഒന്ന് നമുക്ക് എന്ത് ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയണ പോലെ പെൺകുട്ടികൾ ഒരാളുടെ ചിലപ്പോൾ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ചിരി കൊണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് അവരോട് ഇഷ്ടം തോന്നുമായിരിക്കും. പക്ഷെ എന്ന് കരുതി അത് അവിടെ അങ്ങനെ തന്നെ അതിനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഭംഗിയിൽ അങ്ങനെ തന്നെ വളരാൻ വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂക്കൾ തീർച്ചയായിട്ടും കണക്റ്റഡ് ആണ് പെൺകുട്ടികളായിട്ട്. എന്ന് കരുതി ആൺകുട്ടികളുമായിട്ട് കണക്റ്റഡ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഈ ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ.